Good morning. Start ചെയ്യാം. ലാസ്റ്റ് ക്ലാസ്സിൽ എന്തൊക്കെയായിരുന്നു ഡിസ്കസ് ചെയ്തത്? അക്ഷയ്, ലാസ്റ്റ് ക്ലാസ്സിൽ എന്തൊക്കെയായിരുന്നു ഡിസ്കസ് ചെയ്തത്? File handling. Okay. So, what do you mean by file? File is a sequential stream of bytes ending with the end of file marker. Okay. There are two types of file, text files and binary files. Then C++ലെ file handling operations perform ചെയ്യണമെങ്കിൽ you need a header file fstream, right? Okay, then fstream consists of three classes: offstream class, ifstream class, fstream class. Okay, then offstream class provides the method for writing data into file, such as open, close, put. Okay, then ifstream class. Ifstream class means that provides the method for reading data from file, such as open, read, close, etc. Okay, then third one, fstream class, right? The fstream class provides the method for both writing and reading data from file. That means the fstream class includes all the methods of ifstream and offstream class. Okay, so the file handling operation perform ചെയ്യണമെങ്കിൽ first you have to open the file, right? So എന്താണ് syntax? Open അല്ലെ? Open എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് ഫയൽ ഓപ്പൺ ചെയ്യുന്നത്. Then ഡിസ്കസ് ചെയ്തിട്ട് റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഇൻ ടു ഫയൽ. ഓക്കെ, ഫയൽ ഡാറ്റ റൈറ്റ് ചെയ്യാനും റീഡ് ചെയ്യാനും നമ്മൾ എന്ത് യൂസ് ചെയ്തു? ഗെറ്റ് ആൻഡ് പുട്ട് മെമ്പർ ഫംഗ്ഷൻ യൂസ് ചെയ്തു. അതിന് സിൻടാക്സ് ഡിസ്കസ് ചെയ്തു. ദെൻ എക്സാമ്പിളും ഡിസ്കസ് ചെയ്തു. അപ്പൊ ഗെറ്റ് ആൻഡ് പുട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പോൾ അവിടെ എന്താണ് ഒരു ഡ്രോബാക്ക്? എന്തായിരുന്നു ഡ്രോബാക്ക്? ഗെറ്റ് ആൻഡ് പുട്ട് മെമ്പർ ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പോൾ എന്തായിരുന്നു അവിടെ ഒരു ഡ്രോബാക്ക്? എന്തായിരുന്നു? എന്തായിരുന്നു ഗെറ്റ് ആൻഡ് പുട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പോൾ എന്തായിരുന്നു ഡ്രോബാക്ക്? അക്ഷയ, അക്ഷയ്, അനഘ, അഞ്ജുഷ, ആര്യ, ആതിര, അതുന. എന്തായിരുന്നു? നമുക്ക് ക്യാരക്ടർ മാത്രമേ ഫയലിലേക്ക് റൈറ്റ് ചെയ്യാൻ പറ്റൂ ആൻഡ് ക്യാരക്ടർ മാത്രമേ റീഡ് ചെയ്യാൻ പറ്റൂ. ബട്ട് ഒരു ഫയൽ ആണെങ്കിൽ അതിൽ എല്ലാ ടൈപ്സ് ഡാറ്റ ഉണ്ടാവും. ക്യാരക്ടർ ഉണ്ടാവും, സ്ട്രിങ് ഉണ്ടാവും, ഇൻഡിജേഴ്സ് ഉണ്ടാവും, ഫ്ലോട്ട് ഉണ്ടാവും. അല്ലേ? അല്ലേ?
ഫോർ എക്സാമ്പിൾ നിങ്ങൾ റെസ്യൂമിന് എടുക്കുകയാണെങ്കിൽ അതിൽ എന്തൊക്കെയുണ്ട്? സ്ട്രിങ് ഉണ്ട്, ക്യാരക്ടർ ഉണ്ട്, നിങ്ങളുടെ ഫോൺ നമ്പർ എന്ന് പറയുന്ന ഡിജിറ്റ് ആണ്. ഓക്കെ, സോ നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് റീഡിംഗ് ഓർ റൈറ്റിംഗ് formatted input output using insertion operator and extraction operator. Okay, so insertion operator extraction operator നിങ്ങൾ ഇത് എവിടെയും കണ്ടിട്ടുണ്ടോ? ഇൻസേർഷൻ ഓപ്പറേറ്ററും എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്ററും എവിടെയാണ് നിങ്ങൾ യൂസ് ചെയ്തത് C++ പ്രോഗ്രാമിൽ? C in and C out. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒരു ഡാറ്റ റൈറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് യൂസ് ചെയ്യുന്നു? C out ഇൻസേർഷൻ ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നു, റൈറ്റ്? then ഇവിടെ എന്താ? വേരിയബിളിന്റെ നെയിം കൊടുക്കും അല്ലെ, A. ഇതിന്റെ മീനിങ് എന്താ? എയിലെ ഡാറ്റ എവിടത്തേക്ക് റൈറ്റ് ചെയ്യുന്നുണ്ട്? ഔട്ട്പുട്ടിലേക്ക് റൈറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സ്ക്രീനിലേക്ക് റൈറ്റ് ചെയ്യുന്നുണ്ട്, റൈറ്റ്? അതുപോലെ എന്താ? സീൻ എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ എ. ഇതിന്റെ മീനിങ് എന്താ? കീബോർഡിൽ നിന്ന് ഡാറ്റ എവിടത്തേക്ക് റീഡ് ചെയ്യുന്നുണ്ട്, സ്റ്റോർ ചെയ്യുന്നുണ്ട്? എ എന്ന് പറയുന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ദ സെയിം കൺസെപ്റ്റ് ആണ് എന്ത് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഒരു ഫയലിലേക്ക് ഡാറ്റ റൈറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഏത് ഓപ്പറേറ്റർ യൂസ് ചെയ്യും? ഒന്ന് പറഞ്ഞേ. ഞാൻ സിന്റാക്സ് ഒക്കെ പറയാം. അതിനു മുന്നേ ഒരു ഫയലിലേക്ക് ഡാറ്റ റൈറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഏത് ഓപ്പറേറ്റർ യൂസ് ചെയ്യും? സ്ക്രീനിൽ ഡാറ്റ ഡിസ്പ്ലേ ചെയ്യാൻ ഏത് ഓപ്പറേറ്റർ ആണ് യൂസ് ചെയ്യുന്നത്? cout ലെസ് ദാൻ. അങ്ങനെയാണെങ്കിൽ ഫയലിലേക്ക് ഡാറ്റ റൈറ്റ് ചെയ്യാൻ ഏത് ഓപ്പറേറ്റർ ആയിരിക്കും യൂസ് ചെയ്യുക? ഗ്രേറ്റർ ദാൻ ആണോ? ഏതായിരിക്കും? ഡാറ്റ സ്ക്രീനിലേക്ക് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി cout ലെസ് ദാൻ യൂസ് ചെയ്തു. ഇവിടെ നമുക്ക് എവിടത്തേക്കാണ് ഡാറ്റ ഡിസ്പ്ലേ ചെയ്യേണ്ടത്? ഫയലിലേക്ക്. ദാറ്റ് മീൻസ് ഫയലിലേക്കാണ് ഡാറ്റ റൈറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഏത് ഓപ്പറേറ്റർ യൂസ് ചെയ്യും? ലെസ് ദാൻ. ഇൻസേർഷൻ ഓപ്പറേറ്റർ. നെയിമില്ലേ ഇൻസേർഷൻ, അതിന്റെ മീനിങ് എന്താ? അത് എവിടത്തേക്കോ ഡാറ്റ ഇൻസേർട്ട് ചെയ്യുന്നു. ഓക്കെ, ദെൻ ഡാറ്റ ഫയലിന് റീഡ് ചെയ്യാൻ വേണ്ടി ഏത് ഓപ്പറേറ്റർ യൂസ് ചെയ്യും? കീബോർഡിൽ നിന്ന് റീഡ് ചെയ്ത് വാല്യൂ റീഡ് ചെയ്യാൻ നമ്മൾ ഏത് ഓപ്പറേറ്റർ യൂസ് ചെയ്തത്? ഏതാണ്? സീൻ എക്സ്ട്രാക്ഷൻ അല്ലേ? ഗ്രേറ്റർ ദാൻ. അപ്പൊ ഫയലിൽ നിന്ന് ഒരു ഡാറ്റ റീഡ് ചെയ്യാൻ വേണ്ടി ഏത് ഓപ്പറേറ്റർ യൂസ് ചെയ്യും? ഗ്രേറ്റർ ദാൻ. ഓക്കെ, അതായത് ഫയലിലേക്ക് ഒരു ഡാറ്റ റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡാറ്റ എന്ന് പറയുന്നത് ക്യാരക്ടേഴ്സ് ആവാം, സ്ട്രിങ് ആവാം, ഇൻഡിജേഴ്സ് ആവാം. ഓക്കെ, യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ ആണ് എന്ത്? ഇൻസേർഷൻ ഓപ്പറേറ്റർ. ഓക്കെ, ദെൻ അതിന്റെ സിന്റാക്സ് നോക്കാം. ഫസ്റ്റ് എന്ത് വേണം? ഓഫ് സ്ട്രീം ക്ലാസിന്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഓഫ് സ്ട്രീം ക്ലാസിന്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? ഓഫ് സ്ട്രീം obj സെമിക്കോളൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് obj ലെസ് ദാൻ ദാറ്റ് വേരിയബിൾ. ഫോർ എക്സാമ്പിൾ എയുടെ വാല്യൂ 20 ആണ്. ഓക്കെ, അപ്പൊ 20 ആണ് എനിക്ക് എന്ത് ഫയലിലേക്ക് റൈറ്റ് ചെയ്യേണ്ട കണ്ടന്റ്. ഞാൻ എന്ത് യൂസ് ചെയ്യും? obj എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ലെസ് ദാൻ എ. ഇപ്പോൾ എന്താ? എയിലെ കണ്ടന്റ് എന്താണ്? 20. അത് എവിടത്തേക്ക്? എൻ്റെ ഫയലിലേക്ക് റൈറ്റ് ചെയ്യും. ജസ്റ്റ് ലൈക്ക് നിങ്ങൾ എന്താ cout എ ചെയ്യുന്നത് പോലെ. ഈ ഒരു കേസിൽ എന്താ? ഇത് സ്ക്രീനിലായിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നത്. ഈ ഒരു കേസിൽ എന്തായിരിക്കും? ഫയലിലായിരിക്കും റൈറ്റ് ചെയ്യുന്നത്.
Is it clear? എല്ലാവരും ഒന്ന് റിപ്ലൈ ചെയ്തേ. ഓക്കെ, നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് എന്തൊക്കെ ഓപ്പറേറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത് അതിന് സിൻടാക്സ് പഠിക്കുക, ദെൻ ഒരു പ്രോഗ്രാം പഠിക്കുക. സോ ഇവിടെ ഒരു ഫയൽ ഉണ്ട്, demo.txt. ഓക്കെ, സോ എൻ്റെ ഈ ഫയലിലേക്ക് എനിക്ക് റോൾ നമ്പർ, നെയിം, മാർക്സ് ഇത്രയും കാര്യങ്ങൾ റൈറ്റ് ചെയ്യണം. ഓക്കെ, ഞാൻ യൂസ് ചെയ്യുന്നത് എന്താണ്, ഇൻസേർഷൻ ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടാണ് ഫയലിലേക്ക് റൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡാറ്റ ഫയലിലേക്ക് റൈറ്റ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് എന്ത് വേണം, കീബോർഡിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്യണം, റൈറ്റ്? അതിൻ്റെ ഫ്ലോ ഇങ്ങനെയാണ്. ദിസ് ഈസ് അവർ പ്രോഗ്രാം. ദിസ് വൺ നമ്മുടെ കമ്പ്യൂട്ടറിലെ ഡിസ്ക്, അവിടെയാണ് ഓരോ ഫയൽസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ സപ്പോസ് എനിക്ക് ഫയലിൽ ഒരു ഡാറ്റ റൈറ്റ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് എന്ത് ചെയ്യും, കീബോർഡിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്യും, അല്ലേ? പ്രോഗ്രാം ത്രൂ റീഡ് ചെയ്യും. ദെൻ അത് എവിടത്തേക്ക് സ്റ്റോർ ചെയ്യും, ഫയലിലേക്ക് റൈറ്റ് ചെയ്യും യൂസിങ് ഓഫ് സ്ട്രീം ക്ലാസ് യൂസ് ചെയ്തിട്ട്. ഓക്കെ, ഇനി ഫയലിൽ നിന്ന് ഒരു ഡാറ്റ റീഡ് ചെയ്യണം. ഫസ്റ്റ് എന്ത് ചെയ്യും, യൂസിങ് ഈ സ്ട്രീം ക്ലാസ് അതിൻ്റെ മെത്തേഡ് യൂസ് ചെയ്തിട്ട് റീഡ് ചെയ്യും, അല്ലേ? പ്രോഗ്രാം ത്രൂ റീഡ് ചെയ്ത് എവിടെയാണ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യും, സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യും. ഈ ഫ്ലോ ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ, അതായത് വോയിഡ് എന്ന് പറയുന്നത് നമ്മൾ കമ്പൈലറിനെ ബേസ് ചെയ്തു. അപ്പം നമ്മളിവിടെ യൂസ് ചെയ്യുന്ന കമ്പൈലർ ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ടാണ് ഞാനിവിടെ ഇൻഡി യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വോയിഡും യൂസ് ചെയ്യാം. നിങ്ങൾ ടർബോ C++ലൊക്കെ യൂസ് ചെയ്യുമ്പോൾ വോയിഡ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് എൻ്റെ ഫയൽ റൈറ്റ് ചെയ്യണമെങ്കിൽ റോൾ നമ്പർ, നെയിം, മാർക്സ് ഫസ്റ്റ് എന്താണ്, കീബോർഡിൽ നിന്ന് റീഡ് ചെയ്യണം. ഓക്കെ, പ്രോഗ്രാം നോക്കാം. ഫസ്റ്റ് എന്താ, ഫയലിലേക്ക് ഡാറ്റ റൈറ്റ് ചെയ്യണം, അല്ലേ? ഓഫ് സ്ട്രീം ക്ലാസിന്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ റോൾ നമ്പർ, നെയിം, മാർക്സ് ഈ വേരിയബിൾ അത് ഡിക്ലെയർ ചെയ്യാം. ബിക്കോസ് ഫസ്റ്റ് അത് കീബോർഡിൽ നിന്ന് റീഡ് ചെയ്യണമല്ലോ. ഓക്കെ ഓക്കെ, ദെൻ ഇവിടെ ഒരു ക്യാരക്ടർ CH എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഡിക്ലെയർ ചെയ്യാം, ഞാൻ പറയാം. ദെൻ ഫസ്റ്റ് എന്ത് വേണം, ഫയലിനെ ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്യേണ്ട സിൻടാക്സ് എങ്ങനെയാണ്, fout open then file name. ഓക്കെ, നെക്സ്റ്റ് ഞാനിവിടെ എന്ത് ചെയ്യുന്നു, ഡു വൈൽ യൂസ് ചെയ്യാണ്. അപ്പം എൻ്റെ ഫയലില് ഒരു റോൾ നമ്പർ, നെയിം, മാർക്സ് മാത്രമല്ല കണ്ടിന്യൂസ് ആയിട്ട് റോൾ നമ്പറും നെയിമും മാർക്സും എൻ്റർ ചെയ്യണം. അപ്പം ഞാനിവിടെ ഒരു ലൂപ്പ് യൂസ് ചെയ്യാണ്, ഡു വൈലാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഫസ്റ്റ് ഇൻസൈഡ് ദ ഡു എൻ്റർ ദ റോൾ നമ്പർ. അപ്പോൾ നമ്മൾ ഔട്ട്പുട്ടിൽ എന്തുണ്ടാവും, എൻ്റർ ദ റോൾ നമ്പർ. അപ്പോൾ ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്യും, ഒരു റോൾ നമ്പർ എൻ്റർ ചെയ്യും. അത് എവിടെ സ്റ്റോർ ചെയ്യുന്നു, റോളിൽ സ്റ്റോർ ചെയ്യുന്നു. അടുത്തത് നെയിം ഞാൻ റീഡ് ചെയ്യുന്നു. നെയിം എവിടെ സ്റ്റോർ ചെയ്യും, ഈ നെയിം എന്ന് പറഞ്ഞ വേരിയബിൾ സ്റ്റോർ ചെയ്യും. ഓക്കെ, അതുപോലെ എന്താ, മാർക്സും റീഡ് ചെയ്തു. ഇനി നെക്സ്റ്റ് എന്താ വേണ്ടത്, ഫയലിലേക്ക് റോൾ നമ്പർ, മാർക്സ്, നെയിം റൈറ്റ് ചെയ്യണം. അപ്പൊ എങ്ങനെ റൈറ്റ് ചെയ്യാം, ഓഫ് സ്ട്രീമിന്റെ ഒബ്ജക്റ്റ് ലെസ് താൻ റോൾ
ലെസ് ദാൻ ഒരു സ്പേസ് ഇട്ടിട്ട് വേണം എനിക്ക് റൈറ്റ് ചെയ്യാൻ വേണ്ടി. അതുകൊണ്ടാണ് ഒരു സ്പേസ് കൊടുത്തത്. ദെൻ നെയിം, മാർക്സ്. ഫയലിലേക്ക് ഞാൻ റൈറ്റ് ചെയ്തു. ഇത്രയും ഓക്കെ ആണോ? കീബോർഡിൽ നിന്ന് റീഡ് ചെയ്തു, ഫയലിലേക്ക് റൈറ്റ് ചെയ്തു. ഓക്കെ. ദെൻ എൻ്റെ ഫയലിൽ ഒരു റോൾ നമ്പറും ഒരു നെയിമും ഒരു മാർക്സും മാത്രമല്ല, മൾട്ടിപ്പിൾസ് റോൾ നമ്പറും നെയിമും മാർക്സും ഉണ്ട്. ഞാനിവിടെ എന്ത് യൂസ് ചെയ്തു? ഡു വൈലാണ് യൂസ് ചെയ്തത്. റൈറ്റ്? അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ റോൾ നമ്പർ എഴുതി, മാർക്സ് റൈറ്റ് ചെയ്തു, നെയിമും റൈറ്റ് ചെയ്തു. ഇനി ഒരു ലൂപ്പ് കണ്ടിന്യൂ ചെയ്യണ്ടേ? അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് എന്താ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതും. ഡു യു വാണ്ട് ടു ആഡ് അനദർ ഡാറ്റ? അപ്പൊ നിങ്ങൾ ഔട്ടിൽ എന്ത് ഡു യു വാണ്ട് ടു ആഡ് അനദർ ഡാറ്റ? ഓക്കെ. ദെൻ ആ ഒരു ഡാറ്റ നിങ്ങൾ റീഡ് ചെയ്യുക. ഇത് നിങ്ങൾ നോക്കണ്ട, കൺഫ്യൂസ്ഡ് ആകും. സീൻ CH. ഓക്കെ, അതായത് നിങ്ങൾ Y ആണ് ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ CHന്റെ വാല്യൂ എന്താണ്? Y ആയിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടത് Y ആണ്. ഓക്കെ, ഇപ്പൊ CHന്റെ വാല്യൂ എന്തായി? Y ആയി. ദെൻ ഇവിടെ വൈൽ ലൂപ്പിലെ കണ്ടീഷൻ എന്താണ്? നിങ്ങൾ എൻ്റർ ചെയ്ത ഡാറ്റ, അതായത് CH ഈക്വൽ ടു സ്മോൾ y അല്ലെങ്കിൽ CH ഈക്വൽ ടു ക്യാപിറ്റൽ Y ആണെങ്കിൽ അഗെയിൻ എന്താ? ഈ ഡു പെർഫോം ചെയ്യും. അഗെയിൻ റോൾ നമ്പർ റീഡ് ചെയ്യും, നെയിം റീഡ് ചെയ്യും, മാർക്സ് റീഡ് ചെയ്യും. ദെൻ ഫയലിലേക്ക് റൈറ്റ് ചെയ്യും. ഓക്കെ, ദെൻ അഗെയിൻ എന്താ? ഡു യു വാണ്ട് ടു ആഡ് അനദർ ഡാറ്റ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? Y എൻ്റർ ചെയ്യും. അപ്പൊ വൈൽ ചെക്ക് ചെയ്യും. CH, അതായത് CH ഈക്വൽ ടു Y. അപ്പൊ CHന്റെ വാല്യൂ എന്താണ്? Y. ഓർ CH ഈക്വൽ ടു ക്യാപിറ്റൽ ലെറ്റർ Y ആണെങ്കിൽ എന്താ? അഗെയിൻ ഈ ഒരു ഡു ലൂപ്പ് വർക്ക് ചെയ്യും. സപ്പോസ് നിങ്ങൾ എൻ്റർ ചെയ്യുന്ന വാല്യൂ N ആണ്. നോ, നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യണ്ട. അപ്പൊ CHന്റെ ഇവിടെ വാല്യൂ എന്തായി? N ആയി. ഇനി വൈൽ ചെക്ക് ചെയ്യാണ്, CH ഈക്വൽ ടു Y ആണോ? അല്ല, CHന്റെ വാല്യൂ എന്താ? N ആണ്. N ഈക്വൽ ടു Y അല്ല. അപ്പൊ എന്ത് ചെയ്യും? ലൂപ്പ് ഇവിടെ ക്ലോസ് ചെയ്യും. ദെൻ സ്ക്രീനിൽ ജസ്റ്റ് പ്രിന്റ് ചെയ്യും, ഡാറ്റ റിട്ടേൺ സക്സസ്ഫുള്ളി. ദെൻ ഫയൽ ക്ലോസ് ചെയ്യും. ഓക്കെ ആണോ? അതായത് ഇപ്പൊ എനിക്ക് ഇനിയും കണ്ടിന്യൂ ചെയ്യണം, എന്റെ ലൂപ്പ് കണ്ടിന്യൂ ചെയ്യണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? എനിക്ക് ഇവിടെ വൈയോ സെറ്റോ എന്ത് വാല്യൂ ആണെങ്കിലും ഇവിടെ കൊടുക്കാം. അപ്പൊ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യും? Y എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ, ഒരു വാല്യൂ എൻ്റർ ചെയ്യും, കീബോർഡിൽ എൻ്റർ ചെയ്യും. ദെൻ ആ എൻ്റർ ചെയ്ത വാല്യൂ ഇവിടെ നോക്കി, ഇവിടെ നമ്മൾ എന്താ ചെക്ക് ചെയ്യുന്നത്? ആ എൻ്റർ ചെയ്ത വാല്യൂ ഇപ്പൊ CHലാണ് സ്റ്റോർ ചെയ്യുന്നത്. അത് ഈക്വൽ ടു Y ആണോ, അല്ലെങ്കിൽ അത് ഈക്വൽ ടു ക്യാപിറ്റൽ ലെറ്റർ Y ആണെങ്കിൽ എന്ത് ചെയ്യും? അഗെയിൻ ഈ ലൂപ്പ് കണ്ടിന്യൂ ചെയ്യും. സപ്പോസ് നീ എൻ്റർ ചെയ്ത വാല്യൂ സെറ്റ് ആണ്. അപ്പൊ സെറ്റിനെ ബേസ് ചെയ്തിട്ടാണ്
ഹലോ, സ്ക്രീൻ കാണുന്നില്ലേ? ഓക്കെ, നമ്മളിവിടെ പറഞ്ഞു നിർത്തിയത് വൈൽ ലൂപ്പിന്റെ കണ്ടീഷൻ ആണ്. സപ്പോസ് ഞാൻ എൻ്റർ ചെയ്ത വാല്യൂ സെറ്റ് ആണ്. ഇപ്പൊ സെറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ലൂപ്പ് വർക്ക് ചെയ്യണമെങ്കിൽ ഞാൻ ഇവിടെ എന്ത് കണ്ടീഷൻ എഴുതും? വൈൽ ch equal to set or ch equal to capital letter set. ഞാൻ എൻ്റർ ചെയ്ത വാല്യൂ സെറ്റ് ആണെങ്കിൽ മാത്രമാണ് എന്ത് ഈ ഒരു ലൂപ്പ് വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, വേറെ ഒരു ക്യാരക്ടർ എൻ്റർ ചെയ്താലും ഈ ലൂപ്പ് എന്താണ് വർക്ക് ചെയ്യില്ല. ഓക്കെ ആണോ അക്ഷയ്? ഓക്കെ, അപ്പോൾ ഔട്ട് ഇതുപോലെ ആയിരിക്കും. കീബോർഡിൽ നിന്ന് വാല്യൂ റീഡ് ചെയ്യും, റോൾ നമ്പർ, നെയിം, മാർക്സ് റീഡ് ചെയ്യും. ദെൻ ഡു യു വാണ്ട് ടു ആഡ് അനദർ ഡാറ്റ? വൈ ആണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ അനദർ ഡാറ്റ റീഡ് ചെയ്യും. ദെൻ ഫയലിലേക്ക് റൈറ്റ് ചെയ്യും അല്ലേ? അതായത് 1 കുമാർ, ദെൻ മാർക്സ്, അടുത്തത് എന്താ 2 സുമിത്, ദെൻ മാർക്സ്. ഓക്കെ, is it clear? ഓക്കെ, ദെൻ ഫയലിലേക്ക് ഡാറ്റ റൈറ്റ് ചെയ്തു. നെക്സ്റ്റ് എന്താ വേണ്ടത്? ഫയലിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്യണം. റീഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ എന്താണ്? എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ. എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ. ഓക്കെ, സോ സിൻടാക്സ് എങ്ങനെയാ? ഫസ്റ്റ് ഈ സ്ട്രീം ക്ലാസിന്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ദെൻ ഒബ്ജക്റ്റ് ഗ്രേറ്റർ ദാൻ വേരിയബിൾ ലിസ്റ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ കീബോർഡിൽ നിന്ന് എങ്ങനെയാണ് ഡാറ്റ റീഡ് ചെയ്യുന്നത്? സി ഇൻ എ അല്ലേ? അപ്പൊ നമ്മൾ 2 ആണ് റീഡ് ചെയ്തതെങ്കിൽ അത് എവിടെ സ്റ്റോർ ചെയ്യും? എ എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഫയൽ OPJ ഗ്രേറ്റർ ദാൻ എ. ഓക്കെ, അപ്പൊ എയിൽ നമ്മൾ സേ ഫയലില് ഫസ്റ്റ് ഡാറ്റ 1 ആണെന്ന് വിചാരിക്കുക. എ എന്ന് പറയുന്ന വേരിയബിൾ ഇൻഡിജർ ആണ്. അപ്പൊ എന്ത് ചെയ്യും? ഫയലിൽ നിന്ന് 1 എവിടെ സ്റ്റോർ ചെയ്യും? എ എന്ന് പറയുന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യും. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഫയലിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്യുക. ഓക്കെ, സോ ഒരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, ഫസ്റ്റ് എന്ത് വേണം? ഈവ് സ്ട്രീം ക്ലാസിന്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഈവ് സ്ട്രീം fin. ഓക്കെ, അപ്പൊ നമ്മൾ ഫയൽ ഡാറ്റയിൽ നിന്ന് റീഡ് ചെയ്തിട്ട് അതെന്ത് ചെയ്യും? സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ, സോ അതിന് വേണ്ട റോൾ നമ്പർ, നെയിം, മാർക്സ് ഇവിടെ ഡിക്ലെയർ ചെയ്യാം. ആൻഡ് ദ നെക്സ്റ്റ് ഒരു CH എന്ന് പറയുന്ന വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. ഞാൻ പറയാം എന്തിനാണെന്ന്. അപ്പോൾ റീഡ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് എന്താ? യു ഹാവ് ടു ഓപ്പൺ ദാറ്റ് ഫയൽ. സിൻടാക്സ് എങ്ങനെയാ? fin ഡോട്ട് ഓപ്പൺ demo.txt. അപ്പോൾ എന്ത് ചെയ്യും? ഫയല് ഓപ്പൺ ചെയ്യും. ഓക്കെ, അപ്പൊ ഫയൽ എന്തൊക്കെ കണ്ടന്റ് ഉണ്ട്? ഇതാണ് ഫയലിലെ കണ്ടന്റ്. 1 കുമാർ 78.53, 2 സുമിത്,
89.62. Okay. Okay. നെക്സ്റ്റ് ഇപ്പൊ ഫയലിൽ നിന്ന് എല്ലാ കണ്ടന്റും റീഡ് ചെയ്യണം. അപ്പൊ ഞാനിവിടെ എന്താ യൂസ് ചെയ്യുന്നത്? വൈൽ ലൂപ്പാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, വൈൽ ലൂപ്പ് യൂസ് ചെയ്യും. ഇവിടെ എന്താ? വൈൽ എഫ് ഇൻ ഗ്രേറ്റർ ദാൻ റോൾ നമ്പർ ഗ്രേറ്റർ ദാൻ നെയിം ഗ്രേറ്റർ ദാൻ മാർക്സ്. അതായത് എഫിന് എന്താ? ഫയലിൽ നിന്ന് ഫസ്റ്റ് റോൾ നമ്പർ റീഡ് ചെയ്യും, നെയിം റീഡ് ചെയ്യും, ദെൻ മാർക്സ് റീഡ് ചെയ്യും. ഇപ്പൊ റോൾ നമ്പറിൽ എന്തായിരിക്കും? ഫസ്റ്റ് റോൾ നമ്പർ ഉണ്ടാവും, ഫസ്റ്റ് മാർക്സ് ഉണ്ടാവും, ഫസ്റ്റ് നെയിം ഉണ്ടാവും, ഫസ്റ്റ് മാർക്ക് ഉണ്ടാവും. ഓക്കെ, ഫയലിൽ നിന്ന് അത് റീഡ് ചെയ്തു. ജസ്റ്റ് എന്താ? അത് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുക. സി ഔട്ട്, ഇത് ന്യൂ ലൈനും സ്പേസിന് വേണ്ടിയിട്ടാണ്. റോൾ നമ്പർ പ്രിന്റ് ചെയ്യുക, നെയിം, മാർക്സ്. അപ്പൊ സ്ക്രീനിൽ എന്ത് വരും? ഫസ്റ്റ് റോൾ നമ്പർ, നെയിം, മാർക്സ് വന്നു. ഓക്കെ, ദെൻ വൈൽ ലൂപ്പ് അഗെയിൻ എക്സിക്യൂട്ട് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഫയലിന് ഡാറ്റ കിട്ടുന്നത് വരെ എന്താണ്? ഈ ഒരു വൈൽ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. അതിനാണ് വൈൽ എഫ് ഇൻ റോൾ നമ്പർ നെയിം മാർക്സ് കൊടുക്കുന്നത്. ഓരോ ടൈം റീഡ് ചെയ്യുന്നത് വരെ എന്താണ്? ഡാറ്റ കിട്ടുന്ന വരെ ഈ ഒരു വൈൽ ലൂപ്പ് എന്താണ്? എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താ? ക്ലോസ് ചെയ്യുക. ഓക്കെ ആണോ? അക്ഷയുടെ ഡൗട്ട് എന്താ? ഓക്കെ, സോറി, ഇവിടെ CH വേരിയബിൾ ഡിക്ലെയർ ചെയ്യണ്ട. എഫ് ഇൻ ഗെറ്റ് CH ഇല്ലാത്തത് എന്തിനാ? CH ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ അല്ലേ അക്ഷയ യൂസ് ചെയ്യുന്നത്? ലൈക്ക് ഫയലിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്യുന്നു, അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ്. നോർമലി നമ്മൾ കീബോർഡിൽ നിന്ന് ഡാറ്റ എങ്ങനെ റീഡ് ചെയ്യുന്നത്? സി ഇൻ ഗ്രേറ്റർ ദാൻ എ. അതുപോലെ ഫയലിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്യാൻ വേണ്ടി എന്താണ്? എഫ് സ്ട്രീമിന്റെ ഒബ്ജക്റ്റ് ഗ്രേറ്റർ ദാൻ റോൾ നമ്പർ, ദെൻ നെയിം, ദെൻ മാർക്സ്. ഓക്കെ ആണോ? അപ്പൊ ഞാനിത് ഇൻസൈഡ് ഒരു വൈൽ ലൂപ്പ് കൊടുത്താൽ ഫയലിന് ഡാറ്റ റീഡ് ചെയ്യുന്നത് വരെ, അതായത് ഫയലിലെ ഡാറ്റ ഫുൾ കംപ്ലീറ്റ് റീഡ് ചെയ്യുന്നവരെ എന്താണ്? ഈ ഒരു പെർട്ടിക്കുലർ വൈൽ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ ആണോ? ഓക്കെ, നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഫയൽ എന്താന്ന് ഓർത്തിരിക്കുക, അതിന്റെ ഹെഡർ ഫയൽസ് ഓർത്തിരിക്കുക, ദെൻ ഫയൽ എങ്ങനെയാണ് ഡാറ്റ റൈറ്റ് ചെയ്യുന്നതും റീഡ് ചെയ്യുന്നതും. അപ്പൊ നിങ്ങൾ രണ്ട് മെത്തേഡ് വെച്ചിട്ട് പഠിച്ചു. ഫസ്റ്റ് എന്താണ്? ഗെറ്റ് ആൻഡ് പുട്ട്. ഓക്കെ, സോ ഗെറ്റ് ആൻഡ് പുട്ടിന്റെ കേസിൽ എന്താ? ക്യാരക്ടേഴ്സ് ആണ് നിങ്ങൾക്ക് ഫയലിലേക്ക് റൈറ്റ് ചെയ്യാനും റീഡ് ചെയ്യാനും പറ്റും. ഒരു ഫയൽ എന്ന് പറയുന്നത് എന്താണ്? അതിൽ മിക്സ്ഡ് ഡാറ്റ ഉണ്ടാവും, അതായത് സ്ട്രിങ്, ക്യാരക്ടർ, ഡിജിറ്റ്സ് ഒക്കെ. അപ്പൊ നമ്മൾ അവിടെ എന്ത് യൂസ് ചെയ്യും? ഇൻസേർഷൻ ആൻഡ് എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ യൂസ് ചെയ്യും. ക്ലിയർ അല്ലേ? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ, എല്ലാരും ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ, നെക്സ്റ്റ് നമുക്കൊരു പ്രോഗ്രാം റൈറ്റ് ചെയ്യാം. എന്താ ക്വസ്റ്റ്യൻ എന്താണ്?
write a C++ program. Write down the question. Write a C++ program to create a file s6csc.txt, s6csc.txt. Write your name, ID, and marks of CPCT into that file. Write your name, ID, and marks of CPCT into that file. Okay, then read the content of that file. And display it. Write a C++ program to create a file s6csc.txt. Write your name, ID, and marks of CPCT into that file. Then read the content of that file and display it. Question clear ആയോ? ക്ലിയർ ആയോ? എന്താ ക്വസ്റ്റ്യൻ? എന്താ, ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യണം അല്ലെ? s6csc എന്ന് പറയുന്ന ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യണം. ദെൻ ആ ഫയൽ എന്തൊക്കെ ഡാറ്റ റൈറ്റ് ചെയ്യണം? നിങ്ങളെ നെയിം റൈറ്റ് ചെയ്യണം, ID റൈറ്റ് ചെയ്യണം, ദെൻ നമ്മുടെ സബ്ജക്റ്റിന്റെ മാർക്ക് റൈറ്റ് ചെയ്യണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ്? ആ റൈറ്റ് ചെയ്ത ഡാറ്റ ഫയലിൽ നിന്ന് റീഡ് ചെയ്തിട്ട് ഡിസ്പ്ലേ ചെയ്യണം, സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഒരു സിംഗിൾ പ്രോഗ്രാമിൽ എന്തൊക്കെ ഉണ്ടാവാം? ഫയലിലേക്ക് ഡാറ്റ റൈറ്റ് ചെയ്യുന്ന പ്രോഗ്രാം ഉണ്ടാവാം, കോഡ് ഉണ്ടാവാം. ദെൻ ആ ഫയലിന് ഡാറ്റ റീഡ് ചെയ്യുന്ന കോഡും ഉണ്ടാകാം. ഓക്കെ ആണോ? ലോജിക്ക് ഓക്കെ ആണോ? ഓക്കെ, നമുക്ക് പ്രോഗ്രാം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എന്ത് വേണം? ഹെഡർ ഫയൽ, റൈറ്റ്? ഹാഷ് ഇൻക്ലൂഡ് IOStream, ദെൻ ഹാഷ് ഇൻക്ലൂഡ്, ഇവിടെ എന്താ, fstream കൂടി വേണം. ബിക്കോസ് ഫയൽ ഹാൻഡ്ലിംഗ് ഒക്കെ എവിടെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? ഈ fstream എന്ന് പറയുന്ന ക്ലാസ്സിലാണ്, ഹെഡർ ഫയലാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ യൂസിങ് namespace std. Okay, then int main. ഓക്കെ, അപ്പോൾ ഇവിടെ റീഡ് ഓപ്പറേഷനും റൈറ്റ് ഓപ്പറേഷനും പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ഓഫ് സ്ട്രീം ക്ലാസിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഓഫ് സ്ട്രീം obj1, അതുപോലെ എന്താ, ഈവ് സ്ട്രീം ക്ലാസിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ഈവ് സ്ട്രീം obj2. ഓക്കെ, നൗ എനിക്ക് എന്തൊക്കെയാണ് റൈറ്റ് ചെയ്യേണ്ടത്? ID, നെയിം അല്ലേ, char നെയിം, ദെൻ മാർക്സ് അല്ലേ, CPCTന്റെ മാർക്സ്, ഫ്ലോട്ട് മാർക്സ്, ഇത്രയും വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. ഓക്കെ, അപ്പൊ എനിക്ക് നിങ്ങളുടെ മാർക്കും നെയിമും ID മാത്രമേ എന്താ ഫയലിലേക്ക് റൈറ്റ് ചെയ്യണ്ടു, ഫയലിന് റീഡ് ചെയ്യണ്ടു. അപ്പൊ ഞാനിവിടെ ലൂപ്പിന്റെ ആവശ്യമൊന്നുമില്ല. നെക്സ്റ്റ് എന്ത് വേണം? ഫയലിന് ഓപ്പൺ ചെയ്യാം. obj1.open, ഫയലിന്റെ നെയിം എന്താ? s6csc.txt. ഓക്കെ, അപ്പൊ നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇങ്ങനെ ഒരു ഫയൽ ഇല്ലെങ്കിൽ ഞാൻ obj1.open എന്ന് ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ആ ഒരു ഫയൽ അവിടെ ക്രിയേറ്റ് ആവും. ഓക്കെ, അപ്പൊ ഇവിടെ ഫയൽ ക്രിയേറ്റ് ചെയ്തു. ഇനി എന്താണ്? ഫയലിലേക്ക് ഡാറ്റ നിങ്ങൾ റൈറ്റ് ചെയ്യണം. റൈറ്റ് ചെയ്യണ്ടേ? അതിനു മുന്നേ എന്ത് വേണം? കീബോർഡിൽ നിന്ന് ഈ ഡാറ്റ റീഡ് ചെയ്യണം. എങ്ങനെ റീഡ് ചെയ്യാം? cin id
scene, name, scene, marks. ഇതുവരെ ഓക്കെ ആണോ പ്രോഗ്രാം? ഗേൾസിന് ആർക്കും ഓക്കെ അല്ലേ പ്രോഗ്രാം? ഓക്കെ. അപ്പം നിങ്ങൾ ഐ ഡി എന്ന് പറഞ്ഞ വേരിയബിൾ സ്റ്റോർ ചെയ്തു, നെയിമിൽ സ്റ്റോർ ചെയ്തു, മാർക്സ് സ്റ്റോർ ചെയ്തു. ഇനി ഫയലിലേക്ക് റൈറ്റ് ചെയ്യണം. സോ എന്തായിരിക്കും സ്റ്റേറ്റ്മെന്റ്? എന്തായിരിക്കും സ്റ്റേറ്റ്മെന്റ്? ഫയലിലേക്ക് ഡാറ്റ റൈറ്റ് ചെയ്യണം. obj1 id റൈറ്റ് ചെയ്തു. നെക്സ്റ്റ് നെയിം എങ്ങനെ റൈറ്റ് ചെയ്യുന്നത്? ഓക്കെ, എങ്ങനെ റൈറ്റ് ചെയ്യാം? ഫയലിന്റെ ഒബ്ജക്റ്റ്, ഇവിടെ ഫയലിന്റെ ഒബ്ജക്റ്റ് എന്താ? obj1, റൈറ്റ്? ഓഫ് സ്ട്രീമിന്റെ ഒബ്ജക്റ്റ് obj1 അല്ലേ? obj1 id, ദെൻ ഒരു സ്പേസ് ഇട്ടിട്ട് നെയിം, ദെൻ ഒരു സ്പേസ് ഇട്ടിട്ട് മാർക്സ്. ഫയലിലേക്ക് റൈറ്റ് ചെയ്തു. ഓക്കെ, ആ ഒരു പ്രോസസ്സ് അവിടെ കംപ്ലീറ്റ് ചെയ്തു. ഇനി എന്താ? ക്ലോസ് ചെയ്യാം. obj1 ഡോട്ട് ക്ലോസ്. ഓക്കെ ആണോ? ഇതുവരെ ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ അതിന്റെ ഫയൽ എന്തൊക്കെയുണ്ട്? S6CSC. ഓക്കെ, അപ്പൊ ഞാനൊരു ഐ ഡി റീഡ് ചെയ്തിട്ടുണ്ട്. സേ ID4, നെയിം എന്താ? അക്ഷയ്, CPC ഇട്ടിന്റെ മാർക്ക് 36. ഓക്കെ, ഇതെന്റെ ഫയലിലെ കണ്ടന്റ് ആണ്. ഇനി ഞാൻ ഈ കണ്ടന്റ് റീഡ് ചെയ്യണം, റൈറ്റ്? സോ റീഡ് ചെയ്യാൻ അഗെയിൻ എന്താ? ഫയലിനെ ഓപ്പൺ ചെയ്യാം. എങ്ങനെ ഓപ്പൺ ചെയ്യാം? ഈ സ്ട്രീം ക്ലാസിന്റെ ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യണം. obj2 open s6csc.txt ഓപ്പൺ ചെയ്തു. ഇനി എങ്ങനെയാ റീഡ് ചെയ്യുന്നത്? എങ്ങനെ റീഡ് ചെയ്യാം? obj2 ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ടല്ലേ? obj2 greater than id greater than name then greater than marks. ഇതിനകത്ത് ജസ്റ്റ് പ്രിന്റ് ചെയ്യാം. cout id cout name then cout marks. ഓക്കെ, then ക്ലോസ് ചെയ്യാം. obj2 ഡോട്ട് ക്ലോസ്, then return 0. ഓക്കെ, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താ? obj2 greater than id. അപ്പോൾ എൻ്റെ ഫയലിൽ നിന്ന് എന്താ? 4 റീഡ് ചെയ്യും. അത് എവിടെ സ്റ്റോർ ചെയ്യും? ഐഡിയിൽ സ്റ്റോർ ചെയ്യും. ഓക്കെ, ദെൻ നെക്സ്റ്റ് നെയിം റീഡ് ചെയ്യും. അത് എവിടെ സ്റ്റോർ ചെയ്യും? നെയിമിൽ സ്റ്റോർ ചെയ്യും. ദെൻ മാർക്സിൽ സ്റ്റോർ ചെയ്യും. ദെൻ cout id നെയിം മാർക്സ് പ്രിന്റ് ചെയ്താൽ സ്ക്രീനിൽ എന്ത് വരും? ഫോർ അക്ഷയ് 36. ഓക്കെ ആണോ ഈ പ്രോഗ്രാം? ഇവിടെ എന്താ ചെയ്യുന്നത്?
ഫസ്റ്റ് ഫയലിലേക്ക് ഡാറ്റ റൈറ്റ് ചെയ്യുന്നു. അപ്പൊ ഡാറ്റ എങ്ങനെ ഫസ്റ്റ് കീബോർഡിൽ നിന്ന് ഡാറ്റ റൈറ്റ് ചെയ്യണം അല്ലെ, റീഡ് ചെയ്യണം. അപ്പൊ സിൻ ID മാർക്സ് നെയിം ഒക്കെ റീഡ് ചെയ്തു, ഫയലിലേക്ക് ഡാറ്റ റൈറ്റ് ചെയ്തു. എങ്ങനെ യൂസ് ചെയ്യുന്നത്? യൂസിങ് ഇൻസേർഷൻ ഓപ്പറേറ്റർ. ഇവിടെ ഞാൻ ക്രിയേറ്റ് ചെയ്ത ഒബ്ജക്റ്റ് obj1 ആണ്. അപ്പോൾ obj1 ലെസ് താൻ നെയിം മാർക്സ്. then ഇവിടെ ക്ലോസ് ചെയ്തു, ഈ ഒരു ഒബ്ജക്റ്റ് ഇവിടെ ക്ലോസ് ചെയ്തു. നെക്സ്റ്റ് എന്ത് വേണം? ഫയലിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്യണം. റീഡ് ചെയ്യാൻ അഗെയിൻ എന്താ? ഫയൽ ഓപ്പൺ ചെയ്യുക. ഇവിടെ ഓപ്പൺ ചെയ്യുമ്പോൾ എന്താണ്? eStream ക്ലാസിന്റെ ഒബ്ജക്ട് ഡോട്ട് ആണ് കോൾ ചെയ്യുന്നത്. ബിക്കോസ് നമ്മൾ ഫയൽ ഇവിടെ എന്തിനാ ഓപ്പൺ ചെയ്യുന്നത്? റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഫയൽ ഡാറ്റ എങ്ങനെയാ റീഡ് ചെയ്യുന്നത്? ഈ eStream ക്ലാസിന്റെ ഒബ്ജക്റ്റ് obj2 എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ ഗ്രേറ്റർ ദാൻ ID നെയിം മാർക്സ്. അപ്പൊ ഫസ്റ്റ് എന്താ? ഈ 4 എന്ന് പറയുന്ന ഡാറ്റ എവിടെ സ്റ്റോർ ചെയ്യും? ID-യിൽ സ്റ്റോർ ചെയ്യും. നെയിമിൽ എന്താ? അക്ഷയ് സ്റ്റോർ ചെയ്യും. മാർക്സിൽ എന്താ? ആ മാർക്സ് സ്റ്റോർ ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം? അതൊന്ന് ജസ്റ്റ് സ്ക്രീനിൽ പ്രിന്റ് ചെയ്യുക. അതിന് വേണ്ടി cout ID നെയിം മാർക്സ്. ഓക്കെ ആണോ? Is it clear? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. അഷ്റഫ്, റിഷിൽ, അക്ഷയ്, വിപിൻ, ഷംജാസ്. ഓക്കെ, ടൈം ആയല്ലേ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് അറ്റൻഡൻസ് പ്ലീസ്.